പൊട്ടിക്കാൻ പറ്റുന്ന പടക്കത്തിന്റെ ചെയ്യുന്നുണ്ട്. ഇത് മേശാപ്പൂവും ചക്രം കൂടി കൂടിയിട്ടുള്ള ഒരു ടൈപ്പ്. പിന്നെ ഇത് മേശാപ്പൂവിൽ തന്നെ വരുന്നത് പീകോക്ക് എന്ന് പറയുന്നതാണ്. പീകോക്കിന്റെ വെറൈറ്റി മേശാപ്പൂവാണല്ലേ? അതായത് മേശാപ്പൂവിനാണ് പല കളറില്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വിഷുക്കാണ് വരാൻ പോകുന്നത്. വിഷു നമുക്ക് കളറാക്കാൻ വീട്ടിലെ പടക്കത്തിന്റെ ഐറ്റംസുകളെല്ലാം തന്നെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞാൽ ശിവകാശിയിൽ ഇറക്കിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഹോൾസെയിലും കിട്ടും, റീറ്റെയിലും കിട്ടും. നിങ്ങൾക്ക് ചെറുകിട കച്ചവടത്തിന് വേണ്ടി കിട്ടും, സിംഗിൾ പീസ് വേണമെങ്കിൽ അങ്ങനെ വേണ്ടി കൊണ്ട് പർച്ചേസ് ചെയ്യണം. ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഷോപ്പിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കുളത്തൂർ ജംഗ്ഷനിലാണ്. അതായത് നമ്മുടെ കൊണ്ടോട്ടിയിൽ നിന്നും കാലിക്കറ്റ് പോകുന്ന റോഡിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മൾ ശിവകാശി ഐറ്റംസിനോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിലായിട്ട് നമുക്ക് പരിചയപ്പെടാം. നമ്മളിതിൻ്റെ റേറ്റ് കാര്യങ്ങളുണ്ട് പറയുന്നില്ല എന്നുണ്ട്. ചിലർ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് റേറ്റ് നമ്മൾ പറയാത്തത്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് വന്നിട്ടുള്ളത് ഇന്ത്യൻ ഫയർ വർക്ക്സ് എന്നാണ്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇവർക്ക് ഇവിടെ മാത്രമല്ല ഷോപ്പുള്ളത്, മലപ്പുറത്തുണ്ട്, അതുപോലെ തന്നെ മലപ്പുറം കീശ്ശേരി വന്നിട്ടുണ്ട്, പിന്നെ മേലാറ്റൂർ വന്നിട്ടുണ്ട്, ചേളാരി. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഷോപ്പ് പറഞ്ഞാൽ കൊളത്തൂർ ജംഗ്ഷൻ, കൊണ്ടോട്ടി കൊളത്തൂർ ജംഗ്ഷനിലുള്ള ഇന്ത്യൻ ഫയർ വർക്ക്സ്. അതായത് ഈ ഷോപ്പിൻ്റെ പേര് വന്നിട്ട് ലൊക്കേഷൻ ഇവിടെ വരുന്നത് ഇതിപ്പം കൊണ്ടോട്ടി കൊളത്തൂരിലെ സുസുക്കി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവാറുണ്ട് സെയിൽ. എല്ലാ ദിവസവും റംസാൻ അടുപ്പിച്ചല്ലാതെ എല്ലാ ദിവസവും നോക്കാം. ഇപ്പൊ ഇനി ചെറുകിട കച്ചവടത്തിനാണെങ്കിലും സിംഗിൾ പീസ് വേണമെങ്കിലൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ റീറ്റെയിലായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? ഫുള്ള് ശിവകാശി എന്നുള്ള ഐറ്റംസ് അല്ലേ ചെയ്യുന്നത്? അതെല്ലാം ശിവകാശി ഐറ്റംസ് ആണ്. ഇപ്പൊ വരുന്നത് പൂത്തിരിയുടെ സെക്ഷൻ ആണ്. പൂത്തിരിയുടെ സെക്ഷൻ എങ്ങനെ വരുന്നത്? ചെറിയ പെട്ടി നമ്മളത് 7 സെന്റിമീറ്റർ മുതൽ 50 സെന്റിമീറ്റർ വരെയുള്ള പൂത്തിരികളെല്ലാം വരുന്നത്. ഇതൊക്കെയാണ് 50ന്റെ വരുന്നത്. 50 പറഞ്ഞാൽ ഇപ്പൊ ഇത് വരൂല്ലേ? 7 സെന്റിമീറ്റർ. ഇതിപ്പോ 50. അപ്പൊ 7 ഏതാണ് വന്നിട്ട്? 7 ഏറ്റവും ചെറുതാണ്. ചെറുതല്ലേ? അവിടെ വരുന്നത് അത് ഇപ്പൊ എങ്ങനെയാണ്? ഇലക്ട്രിക് ആണോ അതോ കളറാണോ? ഇലക്ട്രിക് ആണ്. ഇലക്ട്രിക് ആണല്ലേ? ഇലക്ട്രിക്കും കളർ അല്ലാതെയും വരുന്നുണ്ട് കേട്ടോ. കളറില്ലാതെ വരുന്നുണ്ടല്ലേ? എത്രത്തിലുള്ള കളറിലും വേണമെങ്കിൽ അങ്ങനെയും കിട്ടൂലേ? ഐറ്റംസ് അങ്ങനെയും കിട്ടും. ഇതെല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റിക്കുകൾ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഇതെല്ലാം കളർ സ്റ്റിക്ക് ആണ്. ഇത് ഗ്രീൻ ആണ്. ഗ്രീന്, ഗോൾഡൻ കളർ ഉണ്ട്, യെല്ലോ, പിന്നെ സിൽവർ കളർ, റെഡ്. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും കൈ പിടിച്ചാണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ തന്നെ വലിയ സ്റ്റിക്കുകളും വരുന്നുണ്ട്. വലിയ സ്റ്റിക്കുകളും വന്നിട്ടുണ്ട്. ഇതെല്ലാം കളറാണ് വരുന്നത്. ഇത്തരത്തിലുള്ള വലിയ സ്റ്റിക്കുകൾ വന്നിട്ടുണ്ട്. ഇതും കളറാണ് വരുന്നത്. പിന്നെ വേറെ ഐറ്റം എന്താ? പിന്നെ വരുന്നത് മേശാപ്പൂവിന്റെ സെക്ഷൻ. മേശാപ്പൂ വെറൈറ്റി ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ. കുറെ വെറൈറ്റി വന്നാലും ഇത്തരത്തിലുള്ള ഒരു ബോക്സിലാണെങ്കിൽ എത്ര പീസ് ഉണ്ടാവും? ബോക്സിൽ 10 പീസാണ് വരുന്നത്. ബോക്സിലാണെങ്കിൽ 10 പീസ് ഉണ്ടാവില്ലേ? ഒരു ബോക്സിൽ എടുക്കുകയാണെങ്കിൽ 10 പീസ് ഉണ്ടാവും. അത് ഓരോ വലുപ്പ വ്യത്യാസം ഉണ്ടാവില്ലേ? അതെ, വലുപ്പ വ്യത്യാസം ഉണ്ട്. പിന്നെ കളറിൽ വ്യത്യാസം വരുന്നുണ്ട്. പല കളറിൽ വരുന്നുണ്ട്. ഈ മുകളിൽ കാണും മേശപ്പൂവിന്റെ ഐറ്റംസ് അല്ലേ? എല്ലാം മേശപ്പൂവിന്റെ ബോക്സ് ആണ്. പുതിയ ഐറ്റംസ് ആണ് കാര്യങ്ങളല്ലേ വന്നിട്ടുള്ളത്. ഇതെല്ലാം മേശാപ്പൂല് വെറൈറ്റി വരുന്നതാണ്. 5 കളറായിരിക്കും. 5 കളറായിട്ട് സെറ്റ് ആയിട്ട് വരുന്നതാണ്. ഇതിപ്പം സെറ്റ് ആയിട്ട് വരുന്നതാണ്. സിംഗിൾ കിട്ടൂലല്ലേ? സിംഗിളും കിട്ടും. സിംഗിൾ എടുക്കാം. അതൊരു കളറായിട്ടായിരിക്കും. ബോക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 5 കളറിൽ വരും. 5 കളറിൽ വരും. ഈ ഒരു ഭാഗത്ത് വന്നുള്ള മേശപ്പൂ തന്നെയാണോ? മേശാപ്പൂ തന്നെയാണ്. ഇത് മേശപ്പൂ ഐറ്റംസ് ഫുള്ളും ഈ ഒരു ഭാഗത്ത് വന്ന ഫുള്ള് ഏകദേശം മേശപ്പൂവിന്റെ ഐറ്റംസ് ആണ്. ഓരോ വലിപ്പത്തിനനുസരിച്ചും എല്ലാ മോഡലിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മാജിക് മഷ്റൂം. ഇത് കൂണിന്റെ മോഡലുള്ളല്ലേ? അതെ, മാജിക് മഷ്റൂം. മാജിക് മഷ്റൂം എന്നാണ് ഇതിന്റെ പേര്. മാജിക് മഷ്റൂം. ഇതിപ്പോ നേരത്തെ നമ്മള് ഇവരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് കത്തിച്ചാണ്ടൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഇത് പാർട്ടി ഹാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അതായത് മേശാപ്പൂ തന്നെയാണ്. പല കളറില് ഇത് കത്തുമ്പോ പല കളറിലായിട്ടും സ്റ്റാറുകളായിട്ടും കത്തുന്ന സമയത്താണെങ്കിൽ പല കളറുകൾ. അതിപ്പം ഒരു ബോക്സിൽ എത്ര പീസ് വരും? ഒരു ബോക്സിൽ ഇത് 5 പീസാണ്. 5 പീസിൽ സിംഗിൾ വേണമെങ്കിൽ സിംഗിളും കിട്ടും. ഇത്തരത്തിലുള്ള വെറൈറ്റി കാര്യങ്ങളാണ് ഇവിടെ ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് മേശാപ്പൂവിൽ തന്നെ വരുന്നത് പീകോക്ക് എന്ന് പറയുന്നതാണ്. പീകോക്കിന്റെ വെറൈറ്റി മേശാപ്പൂ ആണല്ലോ ഇത് വന്നിട്ടുള്ളത്. പീകോക്കിന്റെ വെറൈറ്റി മേശപ്പൂ സിംഗിൾ പീസ് ആയിരിക്കും ബോക്സില്. ഇത് 3 സെറ്റ് ഇത് 5 ഭാഗത്തേക്ക്. 5 ഭാഗത്തേക്ക്.
പിന്നെ ആണിത്. ഇത് മേശാപ്പൂവും ചക്രം കൂടി കൂടിയിട്ടുള്ള ഒരു ടൈപ്പ്. മേശപ്പൂവും ചക്രം കൂടി ഇന്ന് മൊത്തം തന്നെ രണ്ട് പ്രവർത്തിക്കുന്ന രീതി. രണ്ടും കൂടിയുള്ള ടൈപ്പാണ്. അതിന്റെ ബോക്സ് ആണല്ലോ കാണുന്നത്. അതിന്റെ ബോക്സ് എടുക്കുകയാണെങ്കിൽ എത്ര പീസ് ഉണ്ടാവും? 5 പീസാണ്. 5 പീസ് ഉണ്ടാവും. സിംഗിൾ പീസ് ആയിട്ടും കിട്ടും. ഇതിപ്പോ കളറിലാണോ? ഏതോ കളറായിട്ട്. ഈ ഭാഗത്ത് വന്നിട്ട് ഫുള്ള് ഇപ്പം ചക്രത്തിന്റെ ഐറ്റംസ് കാര്യങ്ങൾ ഫുള്ളും ഇവിടെ ചക്രത്തിന്റെ ഐറ്റംസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെന്താ നോക്കുന്നത്? പടക്കല്ലേ ചിടി ചിടി വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഇതിന്റെ വലിയ ഐറ്റംസ് വലുതും ഉണ്ട് കേട്ടോ. വലുതും ഉണ്ടല്ലേ? വലിയ പിരിവിന്റെ ഐറ്റം, ചെറിയ പിരിവിന്റെ ഐറ്റം ഉണ്ട് വന്നിട്ടുള്ളത്. പിന്നെ പടക്കങ്ങളാണ് വരുന്നത്. പടക്കങ്ങൾ നമുക്ക് ചെറിയ പടക്കം മുതൽ 2000 മാല വരെ വരുന്നുണ്ട്. അത് 1000 മാല 2000 മാല ഒക്കെ വന്നിട്ടുണ്ട്. ഈ ചെറിയ പടക്കങ്ങളൊക്കെ ആണെങ്കിൽ അതും ഉണ്ട് കേട്ടോ. പിന്നെ കോമ്പിളായിട്ട് വരുന്നതുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് എന്താ വന്നേ? ഇങ്ങോട്ടെല്ലാം സിംഗിൾ പടക്കം, കൊള്ളിപ്പടക്കം എന്നൊക്കെ പറയും. കൊള്ളിപ്പടക്കം എന്നൊക്കെ പറഞ്ഞ ഐറ്റം. പിന്നെ നമ്മുടെ അടുത്തുള്ള മൈറ്റി ബോംബ്, ഡിജിറ്റൽ ബോംബ്, അതായത് ഗുണ്ടിന്റെ പിന്നെ ഇവിടെ ഒരുപാട് പടക്കത്തിന്റെ ഐറ്റംസ് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നോക്കിയത്. ഇത് പിന്നെ എന്താ? മേശപ്പൂവിന്റെ ഐറ്റം തന്നെയാണ്. അത് മേശപ്പൂവാണ്. മേശപ്പൂവിന്റെ ഐറ്റം തന്നെയാണ്. കാണുന്നത് എന്താണ്? ഇതെല്ലാം സിംഗിൾ അല്ല, മറ്റേ കൊള്ളിപ്പടക്കാണ്. കൊള്ളിപ്പടക്കത്തിന്റെ ഐറ്റംസ് കാര്യങ്ങളാണ് കാണുന്നത്. പിന്നെ ഇതാ മുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെയും പടക്കണ്ട്. സ്കൈ ഷോട്ടുകളാണ് കേട്ടോ. സ്കൈ ഷോട്ടുകളാണല്ലോ കാണുന്നത്. അപ്പൊ ഷോട്ടുകളൊക്കെ ഒരു ബോക്സിൽ ഇപ്പൊ എത്ര വരുന്നുണ്ട്? അത് നമ്മളെ അടുത്ത് സിംഗിൾ ഷോട്ട് മുതൽ 30-60 വരെയാണുള്ളത്. 30-60 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലേ? ഇതെല്ലാം സ്കൈ ഷോട്ടാണ്. എല്ലാം തന്നെ സ്കൈ ഷോട്ടിന്റെ ഐറ്റംസ് കേട്ടോ. അവിടെ എല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം സിംഗിൾ ഷോട്ടും വരുന്നുണ്ട്, അല്ലാതെ തന്നെ ഉള്ളതുകൊണ്ട് ബോക്സ് ആയിട്ടുള്ളതുകൊണ്ട് വെച്ചിരിക്കുകയാണല്ലേ? അല്ല, എല്ലാ ആൾക്കാർക്കും എടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം ഇവിടെ വന്നിട്ടുള്ള നമ്മൾ നേരത്തെ കാണിച്ച മോഡൽ തന്നെ. അതെ അതെ, അതെല്ലാം തന്നെ ഇവിടെ. പിന്നെ സിംഗിൾ പീസ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. റോക്കറ്റ് വരുന്നുണ്ടല്ലേ? റോക്കറ്റ് വരുന്നുണ്ട്. റോക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് റോക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കളറിലെല്ലാം വരുന്നില്ലേ? ശബ്ദം ഉണ്ടാവണം, ശബ്ദം ഉണ്ടാവണം. വിസിലിംഗും വരുന്നുണ്ട്. 2 തരം വന്നിട്ട്. പിന്നെ അടുത്തായിട്ട് ഇതെല്ലാം ഹെലികോപ്റ്റർ ഐറ്റംസ് ആണ് വരുന്നത്. ഹെലികോപ്റ്റർ മോഡല്. പിന്നെ ഇതെല്ലാം പീസായിട്ടും നമ്മള് അല്ലാതെ തന്നെ എല്ലാവരും കിട്ടൂലേ? ഇത് സിംഗിൾ ഷോട്ട് ആണ് കേട്ടോ വരുന്നത്. സിംഗിൾ ഷോട്ട് ആണല്ലോ വരുന്നത്. ഇതൊക്കെ വളരെ അഫോർഡബിൾ റേറ്റിനാണ് സിംഗിൾ ഷോട്ട് കൊടുക്കുന്നത്. മുകളിൽ പോയി പൊട്ടുന്ന രീതിയിലുള്ള സിംഗിൾ ഷോട്ടുകളാണ്. ഇതാണെങ്കിലും ഷോട്ടാണ്. 12ന്റെ ഷോട്ടാണ്. ഇതൊക്കെ നമ്മുടെ കൂത്തിരിന്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാണാൻ പറ്റും. കാര്യങ്ങൾ നമ്മൾ നേരത്തെ വെച്ച ആപ്പിളിന്റെ ഐറ്റം വെച്ചിട്ടുണ്ട്. മേശാപ്പൂവാണ് മേശാപ്പൂവിന്റെ ഐറ്റം വന്നിട്ടുള്ളത്. ഇതും മേശാപ്പൂവിന്റെ ഐറ്റം തന്നെയാണ്. പീകോക്കിന്റെ ഐറ്റം ഇത് ഫുള്ളില്ല. ഇപ്പൊ മേശാപ്പൂവിന്റെ ഓരോരോ വെറൈറ്റി ആണ് വന്നിട്ടുള്ളത്. ഇഷ്ടംപോലെ മേശാപ്പൂവിന്റെ വെറൈറ്റി അത് പല വലിപ്പത്തിലുള്ള ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ബോക്സിൽ നോക്കിയാൽ ചെറുത് മുതൽ ഏകദേശം വലിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ മേശാപ്പൂവിന്റെ ചെയ്യുന്നുണ്ട്. പിന്നെതാ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാവരും മേശാപ്പൂവിന്റെ ഐറ്റംസ് വരുമ്പോ ചക്രത്തിന്റെ ഐറ്റംസ് കാര്യങ്ങളാണ്. ചക്രത്തിന്റെ വെറൈറ്റി കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. മേശാപ്പൂ തന്നെ ചെറുത് വലുത്. പിന്നെ ഇതെന്താ ഐറ്റം? അതും മേശാപ്പൂ തന്നെയാണ്. ചിടിച്ചിടിന്റെ ഒരു വലിയ ഐറ്റം. മേശാപ്പൂവിന്റെ ഐറ്റം തന്നെയാണ്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിലോ ഇത് നമ്മുടെ ചക്രത്തിന്റെ ഐറ്റം. 2 മേശാപ്പൂവും ചക്രം കൂടി കിടക്കുന്ന ഐറ്റം. പിന്നെ അത് ഗുണ്ടിന്റെ അല്ലേ? ഇവിടെ ഗുണ്ടിന്റെ ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഗണ്ണും കുട്ടികൾക്കായിട്ടുള്ള ഗണ്ണ്, ടപ്പൊക്കെ സാധനങ്ങളൊക്കെ. പൊട്ടാസ് ഗണ്ണ് അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. ഇതും ചക്രത്തിന്റെ ആണ്. ഇതും ഇപ്പൊ ചക്രത്തിന്റെ ഐറ്റംസ്. അവിടെ ചക്രത്തിന്റെ ഐറ്റംസ് ഒരുപാട് ഉണ്ടോ കേട്ടോ. പിന്നെ ഇതൊക്കെ ഗുണ്ടിന്റെ ഐറ്റംസ്. ഇതിനെന്താ? പിരിവിരിന്റെ ഐറ്റം. പിരിവിരിന്റെ വലിയ ഐറ്റം ആണല്ലോ. സിംഗിൾ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ബോക്സ് ആയിട്ടാണെങ്കിലൊക്കെ അവിടെ കിട്ടൂലേ? ഇത് പിന്നെ എന്താ വന്നേ? മുകളിൽ താഴെ കിട്ടുന്ന സൗണ്ടിലുള്ളതാണ്. പിന്നെ അടുത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുള്ളും പടക്കത്തിൽ പാക്കറ്റിലും വരുന്നുണ്ട്. പാക്കറ്റിൽ വരും, ചെറിയ പാക്കറ്റ് വലിയ പാക്കറ്റ് വരും. ഫുള്ളും കൊള്ളിപ്പടക്കങ്ങളാണല്ലോ. കൊള്ളിപ്പടക്കങ്ങളാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത്തരത്തിലുള്ള പടക്കത്തിന്റെ ഇതെല്ലാം ഇപ്പൊ പടക്കത്തിന്റെ ഐറ്റംസ് തന്നെ.
ഇത്തരത്തിലുള്ള മാലാക്കി തൂക്കിട്ടാണ്ട് പൊട്ടിക്കാൻ പറ്റുന്ന പടക്കത്തിന്റെ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം തന്നെ പടക്കത്തിന്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മത്താപ്പൂവാണല്ലേ, മത്താപ്പൂവിന്റെ ഐറ്റംസ്. ചെറുതും വലുതും വരുന്നുണ്ട്. പിന്നെ ഇത് ഷോർട്ട് അല്ലേ, ഷോർട്ടാണ്, സിംഗിൾ ഷോർട്ടാണ്, സിംഗിൾ ഷോർട്ടാണ്. ബോക്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട്, അല്ലാതെ സിംഗിൾ ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഷോർട്ടിന്റെ ഐറ്റംസ്. ഇത് മെത്താപ്പൂ. ഇതിനെ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് ഇപ്പൊ പൂത്തിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാം തന്നെ കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച കളർ ഐറ്റംസ്. നമ്മുടെ ഇന്ത്യൻ ഫയർ വർക്കറിന്റെ ഈ ഷോപ്പിൽ കണ്ടില്ലേ ഏകദേശം കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. വിഷു ആയതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ശിവകാശി എന്നുള്ള ഒരുപാട് വെറൈറ്റി സംഭവങ്ങളെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നുകൊണ്ട് പർച്ചേസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പം ഒരുപാട് ഐറ്റംസ് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇവിടെ ഐഡന്റിഫൈ ചെയ്യണം. മറ്റേ കിടിലൊരു വീഡിയോ ചെയ്യുന്നേക്കും.